പിന്നെ ഇലക്ഷനൊക്കെ അല്ലേ പോകണ്ട നാട്ടിൽ കൊണ്ടാ ഇലക്ഷന് പോകാൻ പറ്റില്ലേ? ഭയങ്കര ഫ്ലൈറ്റ് ടിക്കറ്റ് ഭയങ്കര ചാർജ് അല്ലേ? എന്ത് സർക്കാർ നമ്മള് ഒരാളെ വിട്ടതേ പ്രയാസം ഉണ്ടായിട്ട് ആൾക്ക് ടിക്കറ്റ് എടുത്താണ് വിട്ടത് 2500 റിയാലിന്റെ മേലെ 2500 റിയാൽ. എന്തായാലും പ്രവാസികളുടെ അവസ്ഥ. കൊറോണ സമയത്ത് ഒരിക്കൽ നമ്മൾ നാട്ടിൽ പോയിട്ട് ഒരു സമരം വരെ ഉണ്ടാക്കിയിട്ട് കൊറോണ സമയത്ത് കൊറോണ ഫോട്ടോകൾ വലിച്ചിട്ട് നമ്മൾ സമരം ചെയ്തിട്ടുണ്ട് സർക്കാർ. അതുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി മുഖ്യമന്ത്രി എന്തൊക്കെയോ ഒരു വാഗ്ദാനം പറഞ്ഞിരുന്നല്ലോ. പ്രവാസികളെ വിഷയം ചർച്ച ചെയ്യണല്ലോ നാട്ടില്. അതല്ല, അതിനേക്കാൾ ശേഷം ദുബായിൽ പോയിട്ട് പ്രവാസികൾക്ക് 6 മാസത്തെ ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മളെ ജിദ്ദേതേ 4-5 ലോക കേരള സഭ അംഗങ്ങളുണ്ട്, 5 ആൾക്കാർ. അവര് പോയി ഫേസ്ബുക്കിൽ വോട്ട് ഇട്ടെന്നല്ലാതെ എന്ത് കാര്യമുള്ളത്, എന്ത് കാര്യം പ്രവാസികൾക്ക് ഉണ്ടായി? പ്രവാസികളുടെ വിഷയം എന്താ ചർച്ച ചെയ്യാത്തത്? ഒരുപാട് വിഷയങ്ങളുണ്ട്. കാരണം പ്രവാസികൾക്ക് വോട്ടില്ല എന്നുള്ള ഒരു ഇത് തന്നെ ആയിരിക്കാം. പ്രവാസികൾക്ക് വോട്ട് എന്നുള്ളത് ആണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അത് കൊണ്ടുവന്നാൽ മാത്രമേ അത് ഒരാൾ വീട് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു വീടിന് പല ആളുകളും വീടെടുത്തിട്ട് നമ്പർ ഇടാതെ കാത്തിരിക്കുകയാണ്, ഭരണം മാറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. മാത്രമല്ല നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരുപാട് യുവാക്കളാണ് ഇവിടെ പ്രവാസ ലോകത്ത് എത്തിയിട്ടുള്ളത്. നാട്ടിൽ അവർക്ക് ജോലി കിട്ടാൻ യാതൊരു സാധ്യത ഒന്നുമില്ല. അത് യുദ്ധത്തിന്റെ പ്രതീതിയൊക്കെ നമുക്കറിയാം. നാട്ടിലേക്ക് എങ്ങനെ പോകേണ്ടത് നമുക്കറിയാം. കണ്ണൂരെ സാജന്റെ അവസ്ഥ, ആ അവസ്ഥ ആണെങ്കിൽ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്ന പ്രതീക്ഷ പോലും ഇല്ലാത്ത വല്ലാത്തൊരവസ്ഥയാണല്ലേ. ചുരുക്കി പറയാൻ പ്രവാസികൾ കുറെ പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. അവരെ കേൾക്കാൻ ആരാ തയ്യാറാവുക? ഭരണം മാറിയേ പറ്റൂ. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ പ്രവാസികളെ കേൾക്കാൻ തയ്യാറാവണം നിർബന്ധമായിട്ട്. വ്യക്തമായി നമ്മൾ ആ കാര്യങ്ങൾ UDFന്റെ പ്രകടനപത്രത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രവാസികൾ എന്ന നിലയിൽ തീർച്ചയായിട്ടും അത് ഉണ്ടാവും എന്നുള്ളതിന് നമ്മളൊക്കെ പ്രതീക്ഷ. UDF വരട്ടെ, പ്രവാസികൾ UDFനൊപ്പം. തീർച്ചയായിട്ടും കേരളം ജയിക്കും, UDF നയിക്കും, പ്രവാസികൾ UDFനൊപ്പം.